ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം അറിഞ്ഞതിന് ശേഷം എന്തുകൊണ്ടാണ് ഈ കാര്യം നേരത്തെ പറയാതിരുന്നതെന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. ഈ ലോകത്തിലെ ഓരോ മനുഷ്യനും സുന്ദരിയും സുന്ദരനുമായി കാണാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ അവർക്കതിന്റെ യഥാർത്ഥ രഹസ്യം അറിയാമോ? ഇന്ന് നമ്മൾ പുരുഷന്മാരുടെ 4 ശരീരഭാഗങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അത് മനസ്സിലാക്കിയ ശേഷം നിങ്ങൾ കൂടുതൽ അട്രാക്റ്റീവും ബ്യൂട്ടിഫുള്ളും ആകുന്നതാണ്. മാത്രമല്ല, ഇതിനുശേഷം നിങ്ങളെ കാണുന്നവർ അത്ഭുതപ്പെടുകയും നിങ്ങളെപ്പോലെ ആകുന്നതിനെ കുറിച്ച് തീർച്ചയായും ചിന്തിക്കുകയും ചെയ്യും. അതിനാൽ അട്രാക്റ്റീവായ ഒരു വ്യക്തിയാകാൻ തയ്യാറാകൂ. ദീർഘകാലത്തേക്ക് നിങ്ങൾക്ക് ജീവിതത്തിൽ ഇത് ശീലിക്കുമ്പോൾ അതിന്റെ ഗുണങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അല്ലാത്ത പക്ഷം നിങ്ങൾ മറ്റുള്ളവരെ പോലെയാകാൻ വെറുതെ സ്വപ്നം കണ്ട് നടക്കേണ്ടി വരും. പെൺകുട്ടികളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന പുരുഷന്മാരുടെ ശരീരഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇത് കണ്ടതിന് ശേഷം പെൺകുട്ടികൾ നിങ്ങളെക്കുറിച്ച് മാത്രം വീണ്ടും വീണ്ടും ചിന്തിച്ചേക്കാം. നിങ്ങളുടെ ശക്തമായ ഫോറാമാണ് ഒന്നാം സ്ഥാനത്ത് ഞങ്ങൾ പറയുന്നത്. രണ്ടാമത്തേത് നിങ്ങളുടെ ഗ്ലൂട്ട്സ് ആണ്, അതായത് നിങ്ങളുടെ ഗ്ലൂട്ട് മസിൽസ്. മൂന്നാമത്തേത് നിങ്ങളുടെ സ്റ്റൈലിഷ് ഹെയർ ആണ്. നിങ്ങളുടെ ലുക്കിൽ നിങ്ങളുടെ ഡ്രസ്സിംഗ് സെൻസിനെ വ്യത്യസ്തമാക്കുന്നത് നിങ്ങളുടെ സ്ട്രോങ് ചെസ്റ്റ് മസിൽസ് ആണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ 4 കാര്യങ്ങളാണ്. വീഡിയോ പൂർണ്ണമായും കാണുക. ഒന്നാമതായി നിങ്ങളുടെ കൈകളെക്കുറിച്ചും അവയെ എങ്ങനെ ഡീസന്റ് ആക്കാം എന്നതിനെ കുറിച്ചും സംസാരിക്കാം. ഇത് നിങ്ങളുടെ ശരീരത്തിലെ ഏറ്റവും സെക്സിയായ ഭാഗമാണ്. അതാണ് നിങ്ങളുടെ ശക്തമായ ഫോറാം. അതിനാൽ ഇതിൽ നന്നായി ശ്രദ്ധിക്കണം. ക്ഷീണിച്ചതും മെലിഞ്ഞതുമായ കൈകൾ കാരണം എപ്പോഴും ഫുൾ സ്ലീവ് വസ്ത്രം ധരിക്കുന്ന പലരെയും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. എന്നാൽ ഏതെങ്കിലും കായിക താരത്തെയോ ബോഡി ബിൽഡറെയോ നോക്കിയാൽ അവർ ഹാഫ് ഷർട്ട് അല്ലെങ്കിൽ ടീഷർട്ട് ധരിക്കുമ്പോഴെല്ലാം അവരുടെ കൈകൾ എങ്ങനെ പൂർണ്ണവും ശക്തവുമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനാകും. അത് വളരെ ആകർഷകമായി തോന്നും. ഇത് കണ്ടുകൊണ്ടാണ് മിക്ക ആളുകളും ജിമ്മിൽ പോകുന്നത്. പക്ഷേ അത് വേണ്ട പോലെ ലഭിക്കാതെ വരുമ്പോൾ നിരാശരുമാകും. നിങ്ങളുടെ കൈകൾ ശക്തമാക്കേണ്ടത് വളരെ പ്രധാനമാണ്. കാരണം നിങ്ങളുടെ ജോലിയുടെ 99% നിങ്ങൾ ഇതിനായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതിനാൽ ഇത് എങ്ങനെ ശക്തമാക്കാം എന്നതിനെ കുറിച്ച് സംസാരിക്കാം. ഇതിനുള്ള ആദ്യ വ്യായാമം പുഷപ്പുകളാണ്. ഇത് നിങ്ങളുടെ കൈപ്പത്തികളെ മാത്രമല്ല, നിങ്ങളുടെ തോളുകൾക്കും നെഞ്ചിലെ പേശികൾക്കും പരിശീലനം നൽകുന്ന ഒരു വ്യായാമമാണ്. രണ്ടാമത്തേത് പുള്ളപ്സ് ആണ്. നിങ്ങൾ ഈ വ്യായാമം ചെയ്യുമ്പോഴെല്ലാം സാവധാനത്തിൽ ചെയ്യുക. കാരണം ഇത് നിങ്ങളുടെ കൈകളുടെ ശക്തി വർദ്ധിപ്പിക്കുന്ന ഒരേയൊരു വ്യായാമമാണ്. പുള്ളപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ മുകളിലേക്ക് പോകുമ്പോൾ 3 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക. താഴേക്ക് വരുമ്പോഴും 3 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക. കുറഞ്ഞത് 25 മുതൽ 30 തവണയെങ്കിലും ഇങ്ങനെ ചെയ്യുക. നിങ്ങൾ 1 മാസത്തേക്ക് ഇത് പരീക്ഷിച്ചു നോക്കൂ. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ കൈകളുടെ ആകൃതി മാറാൻ തുടങ്ങുന്നതായി നിങ്ങൾക്ക് തന്നെ കാണാം. ഇതിന്റെ കൂടെ ഞാനൊരു പ്രധാന കാര്യം കൂടി പറയാം. അട്രാക്റ്റീവായ ഒരു വ്യക്തിയായി മാറുന്നതിന് ശ്രദ്ധ കൊടുക്കേണ്ട 4 ശരീരഭാഗങ്ങളും അതിനുവേണ്ട വ്യായാമങ്ങളുമാണല്ലോ ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വ്യായാമങ്ങൾ 2-3 ദിവസം ചെയ്യുന്നത് കൊണ്ട് മാത്രം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു റിസൾട്ട് കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. വ്യായാമം നമ്മുടെ ഹാബിറ്റുകളിലൊന്നായി മാറ്റുകയാണ് ആദ്യം ചെയ്യേണ്ടത്. നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ഹെൽത്തി ഹാബിറ്റ്സ് നിങ്ങളുടെ ശാരീരിക മാനസികാരോഗ്യത്തെ വലിയ തോതിൽ സ്വാധീനിക്കുന്നുണ്ട്. പലപ്പോഴും പുതിയ ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ച് പകുതി വഴിയിൽ ഉപേക്ഷിച്ചവരാകും നമ്മളിൽ പലരും. ഹെൽത്തി ഹാബിറ്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ നമ്മളെ സഹായിക്കുന്ന നല്ലൊരു പുസ്തകമാണ് ഹൗ ടു ഡെവലപ്പ് ഹെൽത്തി ഹാബിറ്റ്സ്. ഈ പുസ്തകത്തിന്റെ ഓഡിയോ ബുക്ക് ഇപ്പോൾ നിങ്ങൾക്ക് കുക്കു FM-ൽ നിന്നും ലഭിക്കുന്നതാണ്. ഇത്തരത്തിൽ നമ്മുടെ ലൈഫ് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ആയിരക്കണക്കിന് ഓഡിയോ ബുക്കുകളാണ് കുക്കു FM-ലുള്ളത്. പ്രത്യേകിച്ച് നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കൊരു മുതൽക്കൂട്ടാണ് കുക്കു FM. മാത്രമല്ല, ഇപ്പോൾ കുക്കു FM നിങ്ങൾക്കായി ഒരു ഓഫർ തരുന്നുണ്ട്. ആനുവൽ സബ്സ്ക്രിപ്ഷനിലും ആദ്യത്തെ മാസത്തെ സബ്സ്ക്രിപ്ഷനിലും 50% ഓഫർ നേടുന്നതിനായി TGM50 എന്ന കൂപ്പൺ കോഡ് ഉപയോഗിക്കുക. ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നതിനായി ഡിസ്ക്രിപ്ഷനിലും പിൻ കമന്റിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. രണ്ടാമത്തെ ഫോറാം വ്യായാമം റിസ്റ്റ് കേൾ വ്യായാമമാണ്. നിങ്ങളിത് ഉറപ്പായും ചെയ്യണം. കാരണം ഇത് നിങ്ങളുടെ ആന്തരികവും ബാഹ്യവുമായ പേശികളെ നന്നായി ടോൺ ചെയ്യും. വിശ്വാസമില്ലെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്കിത് പരീക്ഷിച്ച് നോക്കാം. മൂന്നാമത്തെ ഫോറാം വ്യായാമം ഫിംഗർ ടിപ്പ് പുഷപ്സ് ആണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ വിരലുകളുടെ സഹായത്തോടെയാണ് പുഷപ്പുകൾ ചെയ്യേണ്ടത്. എന്നാൽ ഇത് ചെയ്യുന്നതിന് നിങ്ങളൊരു നല്ല പരിശീലകന്റെ ഉപദേശവും സ്വീകരിക്കണം. നാലാമതായി സ്ക്വീസ് ഗ്രിപ്പിംഗ് എക്സസൈസ് ആണ്. 30 മുതൽ 50 രൂപയ്ക്ക് മാർക്കറ്റിൽ എളുപ്പത്തിൽ ലഭിക്കുന്ന ഹാൻഡ് റിപ്പറിന്റെ സഹായത്തോടെയാണ് ഈ വ്യായാമം ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഗ്ലൂട്ട്, അതായത് ഇടുപ്പിനെ കുറിച്ച് സംസാരിക്കാം. പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകൾക്കും ഇത് ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ദിവസവും കുറഞ്ഞത് 100 മുതൽ 150 വരെ സിറ്റപ്സ് ചെയ്യണം. കാരണം ദിവസവും സിറ്റപ്സ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ശരീരത്തിന്റെ അവസ്ഥ വളരെയധികം മെച്ചപ്പെടുന്നതാണ്. നിങ്ങളുടെ കാലുകളുടെ പേശി
പേശികൾ ശക്തമാകും. ഈ വ്യായാമം ചെയ്യുന്നത് നിങ്ങളുടെ വ്യക്തിത്വം മെച്ചപ്പെടുത്തുന്നില്ലെങ്കിൽ കമന്റിലൂടെ എന്നെ അറിയിക്കുക. 3 ദിവസത്തേക്ക് ഇത് പരീക്ഷിച്ച ശേഷം നിർത്തരുത്. കാരണം നല്ല കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ സമയമെടുക്കുന്നതാണ്. ഇനി നിങ്ങളുടെ നെഞ്ചിലെ പേശികൾ വളർത്തുന്നതിനെ കുറിച്ച് സംസാരിക്കാം. ഉയർന്നതും വിശാലവുമായ ഒരു നെഞ്ചുണ്ടായിരിക്കാൻ ഏതൊരു വ്യക്തിയും ആഗ്രഹിക്കും. വിശാലമായ നെഞ്ച് നിങ്ങളുടെ വ്യക്തിത്വത്തെ കൂടുതൽ ആകർഷകമാക്കും. ഇതോടൊപ്പം ഉള്ളിൽ നിന്നും ആത്മവിശ്വാസവും ലഭിക്കും. നെഞ്ചിനും ശക്തമായ പേശികൾക്കും നിങ്ങളുടെ ഭക്ഷണത്തിൽ പ്രോട്ടീന്റെ അളവ് വർദ്ധിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇനി വ്യായാമത്തെക്കുറിച്ച് പറയുമ്പോൾ ദിവസവും 200 പുഷപ്സ് എങ്കിലും ചെയ്യണം. ഇതിൽ ഡിക്ലൈൻ പുഷപ്പ് നിർബന്ധമായും ചെയ്യണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയമണ്ട് പുഷപ്പും ചെയ്യാം. കാരണം ഇത് നിങ്ങളുടെ നെഞ്ച് നന്നായി വികസിപ്പിക്കുകയും നിങ്ങൾ മസ്കുലറായി കാണാനും തുടങ്ങും. അങ്ങനെ നിങ്ങളുടെ ശരീരം വളരെ വിശാലവും മസ്കുലറുമാകും. ഇനി നമുക്ക് നിങ്ങളുടെ മുടിയെക്കുറിച്ച് സംസാരിക്കാം. നിങ്ങളുടെ മുടി കറുപ്പും കട്ടിയുള്ളതും ശക്തവുമാകുന്നത് എങ്ങനെയെന്ന് പറയാം. ഇന്നത്തെ കാലത്ത് മുടി കൊഴിച്ചിൽ വളരെ സാധാരണമായിക്കൊണ്ടിരിക്കുകയാണ്. മുടി പൊട്ടലും കൊഴിയലും മിക്കവർക്കുമുള്ള ഒരു പ്രശ്നവുമാണ്. ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആളുകൾ രാസവസ്തുക്കൾ നിറഞ്ഞ നിരവധി വില കൂടിയ ഹെയർ പ്രൊഡക്ട്സ് ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങളുടെ മുടി ശക്തവും നല്ലതുമായി നിലനിർത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ ഭക്ഷണക്രമം മെച്ചപ്പെടുത്തുക. ഇതുകൂടാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആംല, ത്രിഫല, ശിക്കാക്കായ് പൗഡർ എന്നിവ തുല്യ അളവിൽ ചേർത്ത് കട്ടിയുള്ള ഒരു പേസ്റ്റ് ഉണ്ടാക്കാം. അതിൽ 2 സ്പൂൺ നാരങ്ങാനീരും 2 സ്പൂൺ തൈരും ചേർക്കുക. ഈ പേസ്റ്റ് തലയോട്ടിയിൽ, അതായത് തല മുഴുവൻ പുരട്ടി അരമണിക്കൂറോളം ഓപ്പൺ എയറിൽ നിൽക്കുക. പിന്നീട് ഷാമ്പു ഉപയോഗിച്ച് കഴുകിക്കളയാം. ആഴ്ചയിലൊരിക്കൽ ഈ പാക്ക് പുരട്ടുക. കാരണം ഇത് നിങ്ങളുടെ മുടിയെ ശക്തിപ്പെടുത്തുകയും മുടി കൊഴിച്ചിലും നരയും കുറയ്ക്കുകയും ചെയ്യും. മുടി കൂടുതൽ ആകർഷകമാക്കാൻ ദിവസവും വെളിച്ചെണ്ണ മുടിയിൽ പുരട്ടാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.